അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഏകദേശം ആർത്തവം അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ, അത് ഗർഭത്തിൻ്റെതാണോ അതോ ആർത്തവം വരാനാണോ എന്നൊരു ആശങ്ക പലർക്കും ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഗർഭധാരണമൊക്കെ ആഗ്രഹിച്ച് ഓവുലേഷൻ ദിവസമൊക്കെ നോക്കി ബന്ധപ്പെടുകയും ചെയ്ത് ഗർഭധാരണം നടക്കുമോ ഇല്ലയോ എന്ന ചിന്തയിലിരിക്കുന്ന ദിവസങ്ങളിലാവും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ സംശയമുണ്ടാക്കുക. പീരിയഡ് വരുന്നതിന് മുന്നേ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. സാധാരണ ഇതിന് പറയുന്ന പേരാണ് PMS അഥവാ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്നുള്ളത്. മെൻസസിന് മുന്നോടിയായുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളെ ചേർത്താണ് PMS എന്ന് പറയുന്നത്. തലവേദന, വയറ് വീർക്കല്, വയറുവേദന, സ്തനങ്ങളിൽ അനുഭവപ്പെടുന്ന വേദന, ഓക്കാനം, നടുവേദന, തലകറക്കം, ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക, ഉറക്കക്കുറവ്, ഇങ്ങനെ തുടങ്ങി കുറേ ലക്ഷണങ്ങളുണ്ട്. ആർത്തവം നടക്കുന്നതോടെ ഇതൊക്കെ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ആർത്തവത്തിന് മുന്നേ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ചിലർക്ക് അത് ഗർഭത്തിൻ്റെതാണോ ആർത്തവത്തിൻ്റെതാണോ എന്നൊരു ഡൗട്ട് കൂടി ഉണ്ടാകും. ആ സംശയം നമുക്ക് ഈ വീഡിയോയിലൂടെ തീർക്കാം. നിങ്ങൾക്ക് പീരിയഡ് ആകുന്നതിന് മുന്നേയുള്ള കുറച്ച് ലക്ഷണങ്ങൾ, അത് നിങ്ങൾ ഗർഭിണിയായതിൻ്റെതാണോ അതോ ആർത്തവമാവുകയാണോ എന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സ്പോട്ടിങ് അഥവാ യോനി ഭാഗത്ത് രക്തത്തുള്ളികൾ കാണപ്പെടുന്ന അവസ്ഥ. ഇത് ഗർഭത്തിൻ്റെ ലക്ഷണമാണെങ്കിൽ ഒന്നുകിൽ ബ്രൗൺ നിറമായിരിക്കും അല്ലെങ്കിൽ പിങ്ക് നിറമായിരിക്കും. അതുകൊണ്ട് തന്നെ അധിക പേരും ഇതിനെ ബ്രൗൺ ഡിസ്ചാർജ് എന്ന് കൂടി പറയും. ഗർഭലക്ഷണമായിട്ടാണ് ഈ സ്പോട്ടിംഗ് ഉള്ളത് എങ്കിൽ ഈ രക്തത്തുള്ളികൾ 1-2 ദിവസമാണ് സാധാരണ ഉണ്ടാകുക. ഒരു ബ്ലീഡിംഗ് ആയിട്ട് ഇത് ഉണ്ടാവുകയില്ല, ഒരു ഫ്ലോ ആയിട്ട് ഇത് ഉണ്ടാവുകയില്ല. അങ്ങനെ 1-2 ദിവസം സ്പോട്ടിംഗ് ആയി കണ്ട ശേഷം അത് തനിയെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. എന്നാൽ ചില കേസിൽ ഗർഭമായാലും ഈ സ്പോട്ടിംഗ് ഉണ്ടാവാം. ഇനി ഗർഭമല്ല, നിങ്ങൾക്ക് മാസമുറ ആവുകയാണ്, അതിൻ്റെ ഭാഗമായുള്ള PMS ആണ് എങ്കിൽ ഇങ്ങനെ സ്പോട്ടിംഗ് ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ തുടങ്ങി അത് കൂടി വന്ന് ആർത്തവകാലത്ത് സാധാരണ ബ്ലീഡിംഗ് ആവുന്ന ലെവലിലേക്ക് മാറുകയും ചെയ്യും. വെറും സ്പോട്ടിംഗ് മാത്രമായിട്ടാണെങ്കിൽ പിന്നെ അത് തനിയെ നിൽക്കുകയും ചെയ്താൽ നിങ്ങളിൽ ഗർഭധാരണ സാധ്യത ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇവിടെ 1-2 കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ ഇങ്ങനെ സ്പോട്ടിംഗ് കാണുമ്പോൾ അത് ആർത്തവം വരുന്നതിൻ്റെ ഭാഗമാണ് എന്ന് കരുതി കൂടുതൽ ബ്ലീഡിംഗ് ആവാൻ വേണ്ടി, ആർത്തവം ശരിയായി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് വല്ല ഒറ്റമൂലിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. അത് ചെയ്യരുത്. ക്ഷമയോടെ കരുതലോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് മെൻസസ് ആവുന്നതിന് മുന്നേ ഇങ്ങനെ സ്പോട്ടിംഗ് കാണുന്നത് പതിവാണ്, അതായത് എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ്. ആദ്യം സ്പോട്ടിംഗ് 1-2 ദിവസം കാണുന്നു, പിന്നെ ഒരല്പം കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, അത് നിൽക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ 1-2 ദിവസം കുറഞ്ഞ ബ്ലീഡിങ്ങോടെ ആർത്തവം ഉണ്ടാകുന്നു, അതങ്ങനെ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. എങ്കിൽ നിങ്ങളിൽ രക്തക്കുറവും പോഷകക്കുറവും ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരം തേടുകയും വേണം. അനീമിയ എന്ന് വിളിക്കുന്ന ഈ രക്തക്കുറവ് സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് തന്നെ കാരണമാണ്. മറ്റൊരു ലക്ഷണം ഈ സമയത്തുണ്ടാകുന്നത് ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ താല്പര്യത്തിലുള്ള വ്യത്യാസമാണ്. ഗർഭിണിയാവുകയാണ് എങ്കിൽ ഭക്ഷണത്തോടുള്ള സമീപനത്തിൽ ഒരു മാറ്റമുണ്ടാകും. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോട് വെറുപ്പ് തോന്നുന്നതും ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുന്നതും ഗർഭലക്ഷണമാണ്. അതുവരെ കുഴപ്പമില്ലാതിരുന്ന ചില ഭക്ഷണങ്ങളുടെ മണം, രുചി ഇതൊന്നും നിങ്ങൾക്ക് പിടിക്കാതെ വരും. ഓക്കാനം വരും, മനം പുരട്ടൽ വരും. ഇതൊക്കെ ഗർഭധാരണം നടക്കുന്നതോടെയുള്ള ചില ഹോർമോൺ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. എന്നാൽ ആർത്തവമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അടുക്കളയിൽ വല്ലതും തിന്നാനുണ്ടോ എന്ന് നോക്കി നടക്കും. അതായത് വിശപ്പ് കൂടും. അമിത വിശപ്പ് ആർത്തവമാകുന്നതിൻ്റെ ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണം നിങ്ങളുടെ മൂഡ് ചേഞ്ചിങ് ആണ്. ആർത്തവമാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ അതിന് മുന്നോടിയായി ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ, പിരിമുറുക്കം, തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആർത്തവമാകുന്നതോടെ ആ ബ്ലീഡിങ് തുടങ്ങുന്നതോടെ തന്നെ അവസാനിക്കും. ചിലർക്ക് ആർത്തവത്തിൻ്റെ കൂടുതൽ ബ്ലീഡിംഗ് ഉള്ള ദിവസം കൂടി തുടർന്നാലും 1-2 ദിവസത്തോടു കൂടി മൂഡൊക്കെ മാറി സ്വാഭാവിക നിലയിലേക്ക് തന്നെ വരും. എന്നാൽ ഗർഭിണിയാണെങ്കിൽ ഈ മൂഡ് ചേഞ്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. ചിലപ്പോൾ നല്ല മൂഡിലാകും, ചിലപ്പോൾ അസ്വസ്ഥതകൾ വരും. വൈകാരികമായി ഉണ്ടാകുന്ന ഒരു ചാഞ്ചാട്ടം എന്ന് ഇതിനെ പറയാം. ചിലരിൽ ദേഷ്യം കൂടും, ചിലരിൽ സങ്കടം വരും. ഭർത്താക്കന്മാർ ഇത് മനസ്സിലാക്കി വേണം സ്ത്രീകളോട് പെരുമാറാൻ. അത് അവളിലെ ഗർഭധാരണത്തിൻ്റെ ലക്ഷണം കൂടിയാണ് എന്നവർ മനസ്സിലാക്കണം. അടുത്ത ലക്ഷണം ഉറക്കം, ക്ഷീണം. ഗർഭധാരണമാണോ നിങ്ങളിൽ നടക്കാൻ പോകുന്നത്, എപ്പോഴും കിടക്കാനുള്ളൊരു ത്വരയാണ് നിങ്ങളിൽ ഉണ്ടാവുക. ക്ഷീണവും തളർച്ചയും ഈ സമയത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ കിടക്കാനും റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനുമൊക്കെയാണ് അധികവും തോന്നുക. എന്നാൽ നിങ്ങൾക്ക് ആർത്തവമാണ് വരുന്നത് എങ്കിൽ ആ രാത്രികളിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവാണ് ഉണ്ടാവുക. ശരിക്കും ഉറക്കം കിട്ടാത്ത രാത്രിയാകും ഈ സമയത്തുണ്ടാവുക. പകൽ ചിലപ്പോൾ ഉറക്കം കിട്ടിയേക്കാം.
ഏറെ പേരിലും സംശയമുണ്ടാക്കുന്ന മറ്റൊരു ലക്ഷണമാണ് വയറുവേദന. ആർത്തവത്തിൻ്റെ മുന്നേ ഉണ്ടാകുന്ന വയറുവേദന ഇതിന് ഇംപ്ലാന്റേഷൻ വേദനയാണോ അതോ ആർത്തവം വരുന്നതിൻ്റെ വേദനയാണോ? മിക്ക പേർക്കും ഡൗട്ട് തോന്നുന്ന ഒരു സംഗതിയാണിത്. നിങ്ങളിൽ ഗർഭധാരണ സംബന്ധമായി ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ അത് വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നേരിയ രീതിയിൽ അത്ര കടുപ്പമില്ലാതെ സൂചി കുത്തുന്ന പോലെയൊക്കെയുള്ള ചില ഫീലിങ്ങുകളാണ് ഉണ്ടാവുക. എന്നാൽ ആർത്തവമാണ് വരുന്നത് എങ്കിൽ കുറച്ച് കടുപ്പം ഈ വേദനക്കുണ്ടാകും. ബാക്ക് പെയിൻ ഉണ്ടാകും, ക്രാംസ്, കാൽ കടച്ചിൽ, തുടകളിലൊക്കെ വേദന, ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആ സമയത്ത് ആശങ്കകൾ അകറ്റാനും ഗർഭധാരണ ലക്ഷണമായിട്ടാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കാനും നിങ്ങൾക്ക് കഴിയും. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.